ചേവായൂർ ബാങ്കിൽ ഉണ്ടായത് എന്താണ്? കോൺഗ്രസ്സിലെ പ്രബലമായൊരു വിഭാഗം ബാങ്കിൻ്റെ ഭരണസമിതിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃനിര പ്രവർത്തകന്മാർ വലിയൊരു വിഭാഗം കോൺഗ്രസ് നകലാനിടയായി. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ചുക്കാൻ പിടിക്കുന്നവർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായത്? അവർ തന്നെ പത്രക്കാരോടും നാട്ടുകാരോടും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. പ്രശാന്ത് കുമാർ ഉൾപ്പെടെയുള്ളവർ എന്താ പറഞ്ഞത്? അവിടങ്ങളിൽ ആ ചേവായൂർ ബാങ്കിലെ നിയമനങ്ങളിൽ പുതുതായി നടക്കുന്ന നിയമനങ്ങൾക്ക് ആളെ നിശ്ചയിക്കുമ്പോൾ, നിയമനങ്ങളിൽ ആളെ നിശ്ചയിക്കുമ്പോൾ, ഒഴിവുകളിൽ ആളെ നിശ്ചയിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കണം. അതിന് ഞങ്ങൾ വഴങ്ങിയില്ല. ഞങ്ങൾ യഥാർത്ഥ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കി. ഇതല്ലേ അവർ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഇതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയം? അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടെന്താണ്? KPCC നേതൃത്വത്തിൻ്റെ അവരെ ഇതിന് വഴങ്ങാത്തവരെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായും അവർ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. CPMൻ്റെ മുമ്പിൽ ഈ വിഷയം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ കോഴിക്കോട്ട് വന്നിട്ട് കൊലവിളി പ്രസംഗം നടത്തിയത്. ജീവൻ വേണോ തടി വേണോ? നിങ്ങളെല്ലാം അത് റിപ്പോർട്ട്, ചിലരെല്ലാം അത് തമസ്കരിച്ചു, ചിലർ പേരിനെങ്കിലും അത് കൊടുക്കാൻ നിർബന്ധിതമായി. ഇത് വേറെ ആരെങ്കിലുമാണ്, ഏതെങ്കിലും ഒരു CPMനോട് ഒരകന്ന ബന്ധമുള്ളവരുടെ ഒരു അയൽവക്കത്ത് താമസിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരുന്നു ചില മാധ്യമങ്ങളുടെ അവസ്ഥ? എത്ര ദിവസം അത് കൊണ്ടാടുമായിരുന്നു? മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും അത് തമസ്കരിച്ചില്ലേ? ജീവൻ വേണോ തടി വേണോ? ശൂലം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. എന്താ ഇത്? വെള്ളരിക്ക പട്ടണമാണോ? ആ സുധാകരൻ എവിടെ? പിന്നെ കോഴിക്കോട്ട് കണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത്? എല്ലാ അക്രമത്തിനും നേതൃത്വം കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ധ്വനി അതാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അന്നേ ദിവസം എന്നാണ്. ഞങ്ങളാരും CPMമാരും അക്രമത്തിനോ അല്ലെങ്കിൽ വഴിവിട്ട ഏതെങ്കിലും നടപടിക്കോ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഇന്നിപ്പോൾ ഇവരുടെ വെപ്രാളം എന്താണ്? കോൺഗ്രസ് വ്യാപകമായി ജില്ലയിൽ നിന്നും ജില്ലക്ക് പുറത്തു നിന്നും കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അവരിറക്കിയ കൊട്ടേഷൻ സംഘത്തെ നാട്ടുകാർ തിരിച്ചറിഞ്ഞ് അതിനെ തുറന്ന് തിരിച്ചു പോകേണ്ടി വന്നതല്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കോൺഗ്രസ് കള്ളവോട്ട് ചെയ്യുന്നതിന് വ്യാപകമായ പരിശ്രമം നടന്നു. അത് നടന്നില്ല. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നില്ല. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നില്ല. അതിന് അവർക്ക് നേരെ കൊലവിളിയാണ്. നീതിയും ന്യായവും നടപ്പിലാക്കുക എന്നതാണ് പോലീസിൻ്റെ നടപടി. അതുപോലെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉറപ്പുവരുത്തുക എന്നതാണ് അവിടെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ജോലി. അല്ലാതെ സുധാകരൻ്റെയോ സതീശൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെയോ ആക്രോശത്തിനനുസരിച്ച് തുള്ളുന്ന പാവകളായി പ്രവർത്തിക്കുകയല്ല, കള്ളവോട്ടിന് കൂട്ടുനിൽക്കുകയല്ല. അങ്ങനെ നീതിയും ന്യായവും നടപ്പിലാക്കുന്നതിന് നിയമവിധേയമായ നിലയിൽ, നിയമാനുസൃതമായ നിലയിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ചുമതല നിറവേറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ മൂക്ക് ചെത്തും എന്നാണിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കൊലവിളി. ആ കൊലവിളിയൊന്നും കോഴിക്കോട്ട് നടക്കില്ല. ന്യായമായി നീതിപൂർവമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെയും തൊടാൻ സമ്മതിക്കില്ല. ജനങ്ങളെ അണിനിരത്തി ഇതിനെ ചെറുക്കും. ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട എല്ലാവരെയും സംരക്ഷിക്കും. ഈ കോഴിക്കോട് പ്രബുദ്ധമായ നഗരമാണ്. ഞാൻ ആവർത്തിക്കുന്നു, കോഴിക്കോട് ജനതയുടെ പൗരബോധത്തിന് നേരെ കൊഞ്ഞനം കുത്തരുത് ആരും. അത് സുധാകരനായാലും തിരക്കേടില്ല, VD സതീശനായാലും തിരക്കേടില്ല. ആരും കൊഞ്ഞനം കുത്താൻ വരരുത്. ഞങ്ങളെന്താ ഇപ്പോൾ CPM
ഇവിടെ ഏതെങ്കിലും ഇപ്പം ബാങ്കിന് പിടിക്കാൻ പോയിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഭാഗത്ത് തന്നെ 2 പാനൽ മത്സരിച്ച വ്യത്യസ്തമായ കോൺഗ്രസിനകത്ത് തർക്കം വന്ന് പരസ്പരം മത്സരിച്ചിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇവിടെയില്ലേ? പട്ടർപാലത്ത് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ലേ? വലിയൊരു സ്ഥാപനമല്ലേ? പരസ്പരം മത്സരിച്ചതല്ലേ? ഞങ്ങളിവിടെ ഇടപെട്ടിട്ടുണ്ടോ? കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ എന്താ നടന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കല്ലേ? അവിടെ ഉണ്ടായത് മാധ്യമങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. നന്മണ്ട കോപ്പറേറ്റീവ് ബാങ്ക്, നന്മണ്ട, എല്ലാം തൊട്ടടുത്തല്ലേ? ഞങ്ങളെവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ സതീശൻ ആർക്ക് വേണ്ടിയാണ് രംഗത്ത് വന്നത്? ഈ മാർച്ച് തന്നെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ മാലപ്പടക്കം പോലെ പൊട്ടിക്കുമെന്ന് പറയാൻ, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ അതിനുവേണ്ടി സംഘടിപ്പിച്ചൊരു മാർച്ചായിട്ടാണ് തോന്നുന്നത്. സതീശൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കി എന്നാണ് തോന്നുന്നത്. അതാർക്ക് വേണ്ടിയാണ്? സംഘപരിവാറിന് വേണ്ടിയാണ്. രാജ്യത്തെ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത്. ആ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഏജൻസി പണി ഏറ്റെടുത്ത, കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത ആളായിട്ട് BD സതീശൻ മാറിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമാവുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടപടിയിലൂടെ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബോധ്യമായിട്ടുണ്ടാകും, നാട്ടുകാർക്കും ഇവിടെ ബോധ്യമായി. അദ്ദേഹം നേരത്തെ തന്നെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് നിലവാര തകർച്ചക്ക് ഇനിയൊരറ്റമില്ല, ഇനി താഴാനില്ല അദ്ദേഹത്തിൻ്റെ നിലവാരം. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിലൂടെയും കൊലവിളി പ്രസംഗത്തിലൂടെയും പ്രഖ്യാപനത്തിലൂടെയും മാലപ്പടക്കം പോലെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ പൊട്ടിക്കും, തകർക്കും എന്ന് RSS സംഘപരിവാറിന് വേണ്ടി പ്രഖ്യാപനം നടത്തിയതിലൂടെ കേരള രാഷ്ട്രീയത്തിലെ അപഹാസ്യ കഥാപാത്രമായിട്ട് അദ്ദേഹം സ്വയം മാറുകയാണ്. ഇതാണ് വസ്തുത.